ഒരു സ്ത്രീ വ്യക്തമായിട്ട് പറഞ്ഞ ചിക്കനേ കഴിക്കൂ അവള്. ചിക്കൻ ഇല്ലാണ്ട് അവൾക്ക് 3 നേരവും പറ്റൂല. ചിക്കനേ കഴിക്കൂ. ഞാൻ ഇങ്ങനെ ഓർക്കും അടുത്ത വീട്ടിൽ നിന്ന് അവൾ കട്ടോണ്ട് വന്നിട്ടല്ലേ ഈ ചിക്കൻ കഴിക്കണേ. ഈ അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടോ അല്ലെങ്കിൽ അമ്മ മേടിച്ചിട്ട് കൊടുത്തിട്ട് തന്നെയല്ലേ. അയ്യോ. ഇപ്പൊ അമ്മമാര് അവനോനെ ഒന്നും മിററിലേക്കും കൂടി ഒന്ന് നോക്കൂ. നമുക്ക് അമ്മമാരെ കുറ്റം പറയല്ല ഞാൻ ഈ പറയണേ. അമ്മമാർക്ക് മാത്രമാണ് ഈ വളർത്തു ദോഷം എന്നല്ല. പകരം ആച്ച മേടിച്ചോണ്ട് പോവാന്ന് പറയുമ്പോഴത്തേക്കും ഇതേ പോയി അച്ഛനും മേടിച്ചോണ്ട് വരും. അമ്മ തന്നില്ല എന്ന് പറഞ്ഞ അമ്മ ശത്രുവാകും. പിന്നെ അച്ഛനായി മിത്രം. പേരന്റിങ്ങിൽ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ. നമുക്കൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തില് മീൻസ് ഇപ്പോഴത്തെ ജനറേഷന്റെ ഗ്രാൻഡ് മദർ ആണല്ലോ ഞാനൊക്കെ. ആ ജനറേഷനിൽ വരുമ്പോ ഞാനൊക്കെ കാണുന്നത് ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ സ്കൂളിൽ ആരെങ്കിലും ഫ്രണ്ടിന്റെ ഒക്കെ ബർത്ത്ഡേ വരികയാണെങ്കിൽ ക്ലാസ്മേറ്റ്സിന്റെ ബർത്ത്ഡേ ഒരു ചോക്ലേറ്റ് ആണ് കിട്ടുക. ഓക്കെ. അങ്ങനെ 10, 30, 35 പേരുള്ള ക്ലാസ്സിൽ ആകെ കൂടി 35 ദിവസമേ ചോക്ലേറ്റ് കിട്ടാനുള്ള ഓപ്ഷനുള്ളൂ. വെക്കേഷനിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ വരണമെങ്കിൽ ആ ഓപ്ഷനും പോയി കിട്ടി. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഡു യു തിങ്ക് അങ്ങനെയാണ് ഇപ്പൊക്കെ അതിന്റെ ഒരു വ്യത്യാസം നല്ലോണം കാണുന്നുണ്ട്. അത് ഈ വന്ധ്യത പോലെയുള്ള സാഹചര്യത്തിലേക്കൊക്കെ നയിക്കോ എന്നുള്ളൊരു കണ്ടമാനമുണ്ട് താനും. ഈ അനോവുലേഷൻ ഒബിസിറ്റിയുമായിട്ട് ബാധകമാണ്. കണക്റ്റഡ് ആണ് പലപ്പോഴും. ഈ ഒബിസിറ്റി അല്ല, ആ ലിങ്ക്ഡ് ഡിസീസസ് എക്സ്പ്രസീവ് ആവണു. PCOSന്റെ ഒക്കെ പലജാതി ജീൻസ് ഉണ്ട് കേട്ടോ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോമിൽ. ആ ജീൻസ് എക്സ്പ്രസീവ് ആകുന്നു, അത്രയൊക്കെ വരുന്നു. ഈ അനോവുലേഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഓവുലേഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളത് റിഗാർഡ്ലെസ് ഓഫ് പീരിയഡ് ഉണ്ടാവുമ്പോഴും ഇല്ലെങ്കിലും ഓവുലേഷൻ ഉണ്ടാകുന്നില്ല അവർക്ക് നാച്ചുറൽ ആയിട്ട്. അതായത് എഗ്ഗ് പുറത്തേക്ക് വരുന്നില്ല. ഓവുലേഷൻ ഉണ്ടാവുന്നില്ല. അപ്പൊ അവര് അനോവുലേഷൻ അല്ലെങ്കിൽ ഹൈപ്പോ ഓവുലേഷൻ എന്ന് പറയും. ഞങ്ങളിപ്പോ ചിലപ്പോ ആണ്ടും കൊല്ലം എത്തുമ്പോ കൊല്ലത്തിൽ 2 or 3 നാച്ചുറൽ ആയിട്ട് ഓവുലേറ്റ് ചെയ്യുന്നുണ്ടാവും. ബാക്കിയൊക്കെ ഓവുലേഷൻ ഇല്ലാത്ത സൈക്കിൾസ്. പീരിയഡ്സ് ചിലവർക്ക് 1 മാസം, 2 മാസം, 3 മാസം, 4 മാസം, ചിലവർക്ക് ഗുളിക കഴിച്ചാലേ വരുള്ളൂ. അങ്ങനെയൊക്കെ വരും. ഓക്കെ. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ പീരിയഡ്സിന്റെ കാര്യത്തില് ഒരു കൃത്യത, മിനിമം ഒരു കൃത്യത വേണ്ടേ? നമ്മളിപ്പോ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് 28 days എന്നുള്ളതാണ് ഒരു ഹെൽത്തി സൈക്കിൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ മാം ഈ അനോവുലേഷന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കുവാണ്, അപ്പൊ ഇപ്പൊ നമ്മളൊരു ഹെൽത്തി മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്? എത്ര യെസ്, യു ആർ റൈറ്റ്. 28 കൂടുതലും കാണുന്നത്. ഹ്യൂമൻ സൈക്കിളിൽ അതാണ് കൂടുതൽ കാണുന്നത്. പക്ഷെ നമ്മളൊരു 26 മുതൽ 35 വരെ നോർമലാണ്.